ഹായ് ഡിയർ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസയും അമ്മയും കൂടി ആൻറ്റിയമ്മേൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, കൃഷിൻ്റെ വീട്ടിലേക്ക്. ഇനി അവർ അവിടെയാണ് താമസം. കാരണം സാഗറും അതുപോലെ സുജുവും തിരിച്ചു വരുന്നത് വരെ അവരവിടെ തന്നെ ഉണ്ടാവുക. അതിനുശേഷം തന്നെ ആൻറ്റിയമ്മയോടായിട്ട് മനസ്സ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആൻറ്റിയമ്മ ഇവിടെ ഇനി തിരിച്ച് പോകുമ്പോൾ എൻ്റെ കൃഷിനെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറയുന്നു. അതിന് വേണ്ടി തന്നെയല്ലേ ഞാൻ ഓരോന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ എന്ന് പറയാം. അപ്പോഴത്തേനും എൻ്റെ ചെറുക്കൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ ചെറുക്കൻ എന്താ അവിടെ അകത്ത് തന്നെ ഉണ്ട്. അവൻ ഇന്നലെ അവരെ എയർപോർട്ടിലാക്കിയതിന് ശേഷം ഒരുപാട് വൈകിട്ടാണ് വന്നത്, ഇപ്പോൾ ഉറങ്ങുകയാണ്. എന്നാലേ ഞാൻ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ മാനസയുടെ അമ്മയാണെങ്കിലോ, മോളെ ഇപ്പോൾ ഒന്നും അങ്ങോട്ടേക്ക് പോകണ്ട, അവനവിടെ ഉറങ്ങട്ടെ എന്ന് പറയുന്നു കേട്ടോ. എൻ്റെ ചെറുക്കൻ്റെ കാര്യമല്ലേ, അത് ഞാൻ തീരുമാനിച്ചോളാം. അമ്മയും അതുപോലെ ആൻറ്റിയും ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, ഈ പെണ്ണിൻ്റെ ഒരു കാര്യമെന്നും മാനസയുടെ അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ അവൾ കൃഷ്ണനെ കാണാനും ആൻറ്റിയമ്മ അതുപോലെ തന്നെ മാനസയുടെ അമ്മയെ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാനസയും കൃഷ്ണനെയാണ്. കൃഷി ഉറങ്ങുന്ന സമയത്ത് തന്നെ മാനസ കൃഷിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. മാനസ വീട് ഈട് എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഇനി ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിടിവിടാതെ കൃഷിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ വരുണ് വരുന്നുണ്ട് കേട്ടോ. കൺമണിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് വണ്ടി വരുമെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അപ്രതീക്ഷിതമായി പുതിയൊരു വണ്ടിയായിട്ട് അവിടെ വരുന്നത്. അതിൽ വരുണും അതുപോലെ തന്നെ അനിരുദ്ധൻ സാറുമാണ് ഉള്ളത്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വരുൺ മോനെ നീ വന്നോ, അയ്യോ ഒരുപാട് സന്തോഷമായി, ഇതാരാ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഇത് അനിരുദ്ധൻ സാറ്, പണ്ട് ഇവിടുത്തെ SI ആയിരുന്നു, ഇപ്പോൾ CI ആയി ചാർജ് എടുത്തിരിക്കുന്നു. മാത്രമല്ല ആ കണ്ണമ്മ മേഡത്തിൻ്റെ പകരക്കാരനായിട്ട് വന്നിട്ടിരിക്കണം, അവർ ട്രാൻസ്ഫറായി പോയില്ലേ എന്ന് പറയുന്നു കേട്ടോ. ഓ അവർ പോയോ, ഇനി ഈ സാറാണ് ഉള്ളത്, എന്തായാലും നന്നായി. അവരുണ്ടായപ്പോൾ ഇവിടെ ചില ആൾക്കാരുടെ അഹങ്കാരം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇനി അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സാറിന് എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നേ മോനെ ചോദിക്കുമ്പോൾ, നമ്മുടെ കല്യാണമൊക്കെ നടക്കാനായിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും സാറിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് വേണം. കാരണം ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ, കല്യാണം എങ്ങാനും മുടക്കി എന്ത് ചെയ്യും, രജിസ്റ്റർ ഓഫീസിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ആരും വരില്ല എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കാരണം അനിരുദ്ധനെ കൺമണിക്ക് ആദ്യമേ അറിയാം, അവർ രണ്ട് തമ്മിൽ കോർത്തിട്ടുള്ള ആൾക്കാരാണ്. അതിനുശേഷം തന്നെ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, സാറിന് അറിയോ എന്ന് ചോദിക്കാട്ടോ വരുണ്. കൺമണിക്ക് എന്നെ അറിയാതിരിക്കുമൊന്നുമില്ല, നിൻ്റെ കൃഷിന് സുഖമാണോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കൺമണി ഒരുമാതിരി ആവുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ അവളോട് ചോദിക്കേണ്ട കാര്യമില്ല സർ, അവർക്കൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. തയ്യലും കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും നടന്നു. ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നറിയോ, കുറച്ച് ഡ്രസ്സാണ്, എല്ലാവർക്കുള്ള ഡ്രസ്സുണ്ട്, അമ്മായിമാർക്കും ഏട്ടത്തിക്കും അതുപോലെ കൺമണിക്കുള്ള വിവാഹസാരിയും എല്ലാം ഉണ്ട്. ഇതെല്ലാവർക്കും തന്നിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വരുൺ പറയുന്നുണ്ട്, കല്യാണത്തിന് വലിയ ചിലവുകളൊന്നും വേണ്ട, ഇവിടെ പന്തലോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഞാനും അച്ഛനും അമ്മാവനും വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് പോവും. അതിനുശേഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് 3 തരം പായസം കൂട്ടിയിട്ട് ഒരു സദ്യ, അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അത്ര മതി, സിമ്പിളായ രീതിയിൽ മതി നമ്മുടെ കല്യാണം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് തന്നെ മതി, എന്തിനാ ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ചേട്ടത്തി ഇതാ ഈ ഡ്രസ്സൊക്കെ പിടിച്ച് ഞാൻ എന്തായാലും പിന്നെ കൺമണി ഒരു കാര്യം ചെയ്യും, അലിഗയിൽ എല്ലാവരെയും വിളിച്ചേക്കണം കേട്ടോ, ഓഫീസിലെ എല്ലാവരും സ്റ്റാഫിനെയും കല്യാണത്തിന് വിളിക്കണം, എന്തായാലും കൃഷ്ണനോട് പ്രത്യേകം പറയണം വരാനായിട്ട്. കൺമണി ഇന്ന് പോയിട്ട് എല്ലാവരെയും ക്ഷണിച്ചിട്ട് പോരെ ഇങ്ങോട്ട് പറയുന്നു. പക്ഷേ തന്നെ ഏട്ടത്തി ഈ ഡ്രസ്സൊക്കെ പിടിച്ചേ, ഇതെന്താ അറിയാം, അമ്മായിമാർക്കുള്ള ഡ്രസ്സാണ്, ഇത് അവർക്ക് നേരിട്ട് തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, കാരണം അതല്ലേ അതിൻ്റേതായിട്ടുള്ള ശരി എന്ന് പറയുന്നത്. അമ്മായിമാർ പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല അവരകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മായിമാരെ കാണാനായിട്ട് പോകുന്നു കേട്ടോ. അമ്മായിമാരെ വരുണിനെ കാണുമ്പോഴത്തേനും എന്ത് പുച്ഛം പോലെ തോന്നുന്നുണ്ട്. പിന്നെ അമ്മായിമാർക്ക് സുഖം തന്നെയല്ലേ എന്ന് പറയും, സുഖമാണ് മോനെ എന്ന് പറയുന്നു. ഇതെന്താണെന്നറിയോ, അമ്മായിമാർക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരി തിങ്കളാഴ്ച എന്ന് പറയുന്നു കേട്ടോ. ഇത് വാങ്ങുന്നതാണ് നല്ലത്, ഇവൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിലും നിന്നതുപോലെ അഭിനയിക്കുക തന്നെയാണ് നല്ലതെന്ന് പറയുന്നു. എന്താ അമ്മായിമാർക്ക് സന്തോഷമില്ലാത്തത്, സാരി മാത്രമല്ല അമ്മായിമാരെ, വേറൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ കൺമണിയുടെ കഴുത്തിലിടാൻ പോകുന്ന 101 പവനും ആർക്കുള്ളതാണെന്ന് അറിയോ, അതെൻ്റെ അമ്മായിമാർക്കുള്ളതാണെന്ന് പറയുന്നു. അമ്മായിമാരെ എനിക്ക് അത്ര ഇഷ്ടമാണ്, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ അമ്മായിമാർക്ക് തന്നെ ഞാൻ തിരിച്ചു തരുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അമ്മായിമാർ ചാടിപ്പടഞ്ഞ ഡ്രസ്സെല്ലാം വാങ്ങി പരസ്പരം തിരയട്ടോ, അവനവന് ഇഷ്ടമുള്ള സാരികളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ആ അമ്മായിമാർ നല്ല കോമഡിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഒരുപാട് പ്രാവശ്യം എന്നെ ചിരിപ്പിച്ചിട്ടുണ്ടല്ലോ. മോനൊരു കാര്യം ചെയ്യും, മരുമകനായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ലല്ലോ, വരുമ്പോൾ ഞങ്ങളുടെ തമാശ എന്താണെന്നുള്ളത് നേരിട്ട് തന്നെ കാണാമെന്നും പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്.
അപ്പോഴത്തേനും അമ്മായിമാർക്ക് സന്തോഷമാവുന്നുണ്ട്. വരുണന് പക്ഷേ എന്തായാലും പെട്ടെന്ന് കൊണ്ടുവച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ വരുൺ പറയുന്നുണ്ട് കല്യാണം ഒന്ന് നടന്നോട്ടെ, ധനലക്ഷ്മിയും അമ്മായിമാരെയൊക്കെ ഞാൻ അടിച്ചിറക്കുമെന്ന് പറയട്ടോ. അങ്ങനെ കൺമണി റൂമിനകത്ത് വിഷമത്തോടു കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് വരുൺ വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് എന്താ കൺമണി നീ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനാ വന്നത് നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ ഞാൻ പൂട്ടിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ അതിന് അനുവദിക്കുകയുമില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത്. വരുൺ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ വിചാരിച്ചോ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയോണ്ട് മാത്രം നിനക്ക് അവൻ്റെ കൂടെ പൊറുക്കാമെന്ന്? ഒരിക്കലും നടക്കില്ലടി. ഞാൻ നിന്നെ മറ്റന്നാൾ താലി കെട്ടും. പിന്നെ ആ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു ഫസ്റ്റ് നൈറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ വരച്ചിട്ടുള്ള ആ വരയിൽ നിന്ന് നീ ഒരിക്കലും തന്നെ പുറത്തിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിൻ്റെ കളിയും ആട്ടവും എല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, നീ എന്നെ ഒരുപാട് കളിപ്പിച്ചു. ഞാൻ നിന്നെ ഒന്ന് കളിപ്പിക്കാനായിട്ട് പോവാണ്, നീ മനസ്സിലാക്കി വച്ചോ എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഗൂഗിൾ അവിടെ ഉണ്ട് കേട്ടോ. നിമിഷം തന്നെ മതി നിർത്ത് വരുമെന്ന് പറയുന്നു. എന്തിനാണ് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, നീ നിൻ്റെ കൃഷ്ണനോട് പോയി പറയും. എന്തായാലും കൃഷും അതുപോലെ തന്നെ കുടുങ്ങാനായിട്ട് പോകുന്നു. അതിനാണല്ലോ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. ഒരിക്കലും നിനക്ക് അവൻ്റെ കൂടെ പൊറുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അഥവാ കല്യാണത്തിന് നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ, തിങ്കളാഴ്ച മുതൽ നിൻ്റെ വീട്ടുകാർ ഒരിക്കലും തന്നെ ഈ വീട്ടിൽ കാണില്ല. എല്ലാം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കോ. ഇതെല്ലാം നീ മനസ്സിലാക്കിയിട്ട് നോക്കിക്കോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും കൺമണിയോടായിട്ട് പറയുന്നു കേട്ടോ. വരുൺ അങ്ങോട്ട് തിരിച്ചു പോകുന്ന സമയത്തിന് ഗൂഗിളിൽ എനിക്ക് എല്ലാ ഉപദേശം തരുന്ന ഒരാളാണല്ലോ, നല്ല രീതിക്ക് ഇവളെ ഒന്ന് ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഗൂഗിളെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി തിങ്കളാഴ്ചത്തെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഉപദേശിച്ച്, നീ അല്ലേ പേഴ്സണൽ ഉപദേശം കൊടുക്കുക അവൾക്ക് ആ ഉപദേശം എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഗൂഗിൾ കൺമണിയെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക മോനെ? ഇനിയൊന്നും ചെയ്യാനില്ല. അവൻ അടപടലം പൂട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന് രക്ഷപ്പെടുക സാധ്യമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് ഞാൻ കാണുന്നതെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ധനലക്ഷ്മിയും അതുപോലെ വരുണും ആ ഒരു അനിരുദ്ധൻ സാറും കൂടി സംസാരിക്കുന്നു കേട്ടോ. ഏട്ടത്തി ഇതാ 10,000 രൂപയുണ്ട്. ഇവിടെ കല്യാണ ചടങ്ങുകൾക്ക് കുറച്ച് പൈസയൊക്കെ വേണ്ടേ? അത് എല്ലാ കാര്യങ്ങളും ഏടത്തി തന്നെ നോക്കിയാൽ മതി. ഇത് കാണുന്ന അച്ഛന് വിഷമാവുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. മോൻ ഒരിക്കലും നമ്മൾ ബന്ധുക്കാരാകാൻ പോകുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും അയ്യോ വന്ന സ്ഥിതിക്ക് ഒരു ചായ പോലും ഞാൻ തന്നില്ലല്ലോ. എന്താ ഏട്ടത്തി, ഞാൻ നാളെ മറ്റന്നാൾ ഇവിടുത്തെ സ്വന്തമാകാൻ പോവുകയല്ലേ. അല്ല മോനില്ലെങ്കിലും അനിരുദ്ധൻ സാറിന് കുഴപ്പമില്ല, വരുണിൻ്റെ ബന്ധുക്കാർ എൻ്റെയും കൂടിയല്ലേ, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ ഏടത്തിയോടായിട്ട് പറയുന്നുണ്ട് ചേട്ടത്തി പൈസ കണ്ടിട്ടൊക്കെ കണ്ണു തള്ളിയിട്ടോ സന്തോഷപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. തിങ്കളാഴ്ച കല്യാണം നടന്നിട്ടില്ലെങ്കിൽ എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങിയിട്ട് സൂചിച്ചിരിക്കേണ്ടി വരുമെന്ന രീതിയിൽ പറയുമ്പോൾ ധനലക്ഷ്മി ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ വരുൺ അച്ഛനോട് യാത്ര പറഞ്ഞു പോകുന്നു. അപ്പോൾ ധനലക്ഷ്മി ചെന്ന് പറയുന്നുണ്ട് കണ്ടോ, തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരരുത്, മകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചോ എന്ന് പറയുന്നു കേട്ടോ. കൃഷി ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റിയമ്മ ഈ കാണിച്ചിരിക്കുന്നത്? മാനസ റൂമിലേക്ക് വന്നത് കണ്ടില്ലേ, അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എല്ലാം മാനസ എല്ലാ ആൻറ്റിയമ്മ പറഞ്ഞ് ശരിയാക്കാന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൻറ്റിയമ്മേ എന്ന് പറയുന്നു കേട്ടോ. കാരണം ആൻറ്റിയമ്മ കൃഷ്ണനെ മനഃപൂർവ്വം ചതിക്കുകയാണെന്നുള്ളത് കൃഷ്ണൻ അറിയില്ല, അതുകൊണ്ടാണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കാണാം. മാത്രമല്ല കൃഷ്ണൻ കൺമണി എന്തായാലും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. ഇത്രയും കാണിച്ചിട്ടുണ്ടെന്നത് നല്ലൊരു എപ്പിസോഡ് വിഷയം, നല്ലൊരു പ്രമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും